നമസ്കാരം. കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലമ്പൂർ MLA PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനും എതിരെ നിരന്തരമായ ആരോപണങ്ങളാണ് ഉയർത്തിയിരുന്നത്. ആരോപണങ്ങൾ മാത്രമല്ല, ഇവയ്ക്കെല്ലാം തൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. ഈ തെളിവുകൾ സഹിതമാണ് ഇന്നലെ അദ്ദേഹം DGPയെ കണ്ടപ്പോൾ DGPക്ക് മൊഴി കൊടുത്തപ്പോഴും സമർപ്പിച്ചത്. അതായത് താൻ വെറുതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നില്ല എന്നാണ് DGPക്ക് മുന്നിൽ മൊഴി കൊടുത്ത PV അൻവർ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. അതായത് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും എഴുതി നൽകിയ പരാതിയിൽ പോലും സൂചിപ്പിക്കാത്ത അല്ലെങ്കിൽ സമർപ്പിക്കാത്ത പുതിയ പല ആരോപണങ്ങളും ഈ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളുമാണ് താൻ DGPക്ക് നൽകിയത് എന്നാണ് അൻവർ വ്യക്തമാക്കിയത്. ഒന്നിനു പുറകെ ഒന്നൊന്നായി ആരോപണങ്ങൾ DGPക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും എതിരെ ഉയർത്തിയ അൻവർ പുതിയ ചില ആരോപണങ്ങളാണ് DGPക്ക് മുന്നിൽ ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പുതിയ ചില തെളിവുകളും DGPക്ക് മുന്നിൽ കൊടുക്കുകയുണ്ടായി. അതായത് ADGP MR അജിത് കുമാർ കേരളത്തിൻ്റെ ക്രമസമാധാനം കാക്കുന്നയാളല്ല, കേരളത്തിൻ്റെ ക്രമസമാധാനം തകർക്കുന്ന ജോലിയാണ് ADGP MR അജിത് കുമാർ ചെയ്തിരുന്നത് എന്നാണ് കൃത്യമായി തന്നെ അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല താൻ ഇത് പറയുന്നത് എന്നുകൂടി PV അൻവർ കൂട്ടിച്ചേർത്തു. താൻ മാത്രമല്ല, ADGP MR അജിത് കുമാറിനെതിരെ ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ എൻ്റെ അടുത്ത് വന്ന് പലരും ഒരുപാട് തെളിവുകൾ സഹിതം മൊഴികൾ തന്നിട്ടുണ്ട് എന്നാണ് PV അൻവർ വ്യക്തമാക്കിയത്. ക്രമസമാധാന ചുമതലയിൽ ഇരുന്നു കൊണ്ട് ADGP MR അജിത് കുമാർ ഈ അന്വേഷണങ്ങളെ നേരിട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഫലപ്രാപ്തിയിലെത്തില്ല. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത് അദ്ദേഹത്തിന് കീഴിലുള്ള അഥവാ അദ്ദേഹത്തിന് റിപ്പോർട്ട് നൽകേണ്ട ഉദ്യോഗസ്ഥരാണ് എന്ന് വരുമ്പോൾ ആ അന്വേഷണത്തിന്റെ പ്രസക്തി എന്താണ് എന്നാണ് PV അൻവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ADGP MR അജിത് കുമാർ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇപ്പോൾ PV അൻവർ ഉന്നയിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ മുഖ്യമന്ത്രി അറിയേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ നിന്നും മറച്ചു പിടിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് RSSന്റെ ചുമതലയുള്ള RSSന്റെ ദേശീയ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബളയെ തൃശ്ശൂരിൽ ADGP സന്ദർശിച്ചിരുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടില്ല എന്നുള്ള പരാമർശം 2023 മെയ് 23-ാം തീയതിയാണ് ADGP ദത്താത്രേയ ഹൊസബളയെ തൃശ്ശൂരിലെത്തി സന്ദർശിച്ചത്. ADGPയുടെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ കൂടെ തന്നെയാണ് ADGP ദത്താത്രേയ ഹൊസബളയെ കണ്ടത്. ഇതിൻ്റെ കൃത്യമായ രേഖകൾ തനിക്കുണ്ട്. ഈ രേഖകൾ ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി തന്നെ മെയ് 24-ാം തീയതി, അതായത് ദത്താത്രേയെ ADGP കണ്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ റിപ്പോർട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരുന്നു. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി മുഖ്യമന്ത്രിയെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുപോലെ മുഖ്യമന്ത്രി അറിയേണ്ടതായ അതീവ ഗൗരവ സ്വഭാവമുള്ള പല റിപ്പോർട്ടുകളും മുഖ്യമന്ത്രി കാണാതെ പോകുന്നുണ്ട് അഥവാ മുഖ്യമന്ത്രിയെ കാണിക്കാതിരിക്കുന്നുണ്ട് സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്ന P ശശി എന്നാണ് അൻവർ തുറന്നടിച്ചിരിക്കുന്നത്. ADGPക്കെതിരെ ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ തന്നെ വിളിച്ചും തന്നെ നേരിട്ടും ഒരുപാട് വ്യക്തികൾ പരാതികൾ പറയുന്നുണ്ട്. അവരിൽ പലരും പോലീസ് സേനയ്ക്കകത്ത് തന്നെ ഉള്ള ആളുകളാണ്. എന്നാൽ മൃഗീയമായി പീഡിപ്പിക്കുന്ന, മാനസികമായും ശാരീരികമായും ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ADGPയെ ഭയന്നുകൊണ്ട് അവരാരും തന്നെ DGPക്ക് മുന്നിൽ തെളിവ് കൊടുക്കാൻ എത്തുന്നില്ല എന്നാണ് PV അൻവർ തുറന്നടിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം തെളിവുകൾ പൂർണ്ണമായി തന്നെ DGPക്ക് മുന്നിൽ എത്തണം എന്നുണ്ടെങ്കിൽ, മൊഴികൾ സമർപ്പിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്തിയാലേ അത് പൂർണ്ണമാകൂ, അല്ലെങ്കിൽ അത് ഫലപ്രാപ്തിയിലെത്തൂ എന്ന് തന്നെയാണ് PV അൻവർ തുറന്നടിച്ചത്. ADGP അടിക്കിടെ നടത്തുന്ന വിദേശ യാത്രകളെ കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിന്റെ കൃത്യമായ ചില സൂചനകൾ, എന്തിനാണ് വിദേശത്തേക്ക് ADGP പോയത് എന്നുള്ള ചില സൂചനകൾ താൻ DGPക്ക് സമർപ്പിച്ചിട്ടുണ്ട്. താൻ പുതിയതായി സമർപ്പിച്ച രേഖകളിൽ അതുകൂടി ഉണ്ട് എന്നാണ് PV അൻവർ സൂചിപ്പിച്ചത്. ADGP സർക്കാരിന്റെ പെർമിറ്റ് ഇല്ലാതെയും പെർമിറ്റോട് കൂടിയും അടിക്കടി എന്തിനാണ് വിദേശത്തേക്ക് പോയത്?
സർക്കാരിൻ്റെ പെർമിറ്റ് ഇല്ലാതെ സിംഗപ്പൂരിൽ പോവുകയും സിംഗപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് പോവുകയും പിന്നീട് അവിടെ നിന്ന് 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഇതെന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്നുള്ള കാര്യം സർക്കാരിനെ ബോധിപ്പിക്കുവാൻ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വിശ്വാസ യോഗ്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സർക്കാരിനോട് മറുപടി കൊടുക്കുവാൻ, സർക്കാരിനെ ബോധിപ്പിക്കുവാൻ തീർച്ചയായും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ, ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ADGP ബാധ്യസ്ഥനാണ്. ADGPക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് PV അൻവർ പറയുന്നത്. അതായത് സർക്കാരിന്റെ അനുമതി ഇല്ലാതെ തന്നെ പല കുറി എന്തിനാണ് ADGP വിദേശ യാത്ര ചെയ്തത് എന്നാണ് ഇപ്പോൾ PV അൻവർ മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഇതിന്റെ കൃത്യമായ ചില സൂചനകൾ തനിക്കുണ്ട്, അത്തരം ചില സൂചനകൾ DGPക്ക് മുന്നിൽ കൊടുത്തിട്ടുണ്ട് എന്നുകൂടി PV അൻവർ പറയുമ്പോൾ അതീവ ഗുരുതര സ്വഭാവമായ മറ്റെന്തൊക്കെയോ രഹസ്യ സ്വഭാവങ്ങൾ DGPക്ക് മുന്നിൽ അൻവർ കൊടുത്തിട്ടുണ്ട്. അതൊരു രഹസ്യ ബോംബ് തന്നെയാണ് എന്നാണ് PV അൻവർ പറയുന്നത്. എന്തായാലും കൃത്യമായി നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ, ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം DGP നടത്തുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ ഇനിയും പല ഉന്നതരുടെ തലകൾ ഉരുളും. കേരളത്തിൽ ഇപ്പോൾ PV അൻവർ പുറത്തുവിട്ട അതീവ ഗുരുതരമായ ആരോപണങ്ങളെ കടത്തി വെട്ടുന്ന രീതിയിൽ വലിയ സ്ഫോടനാത്മകമായ മറ്റുള്ള ചില വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വരും എന്ന് തന്നെയാണ് PV അൻവറിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇത്തരം ആരോപണങ്ങളുമായി PV അൻവർ എന്ന നിയമസഭാ സാമാജികൻ പൊതുജനത്തിന് മുന്നിലേക്ക് വരുമ്പോൾ, പൊതുജനത്തിന് ഗുണകരമായ ചില കാര്യങ്ങൾ താൻ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ തൻ്റെ കുടുംബത്തിനും തൻ്റെ ജീവനും ഭീഷണി ഉയർത്തിക്കൊണ്ട് ഊമക്കത്ത് വരെ വന്നിരിക്കുന്നു എന്നാണ് PV അൻവർ വ്യക്തമാക്കിയത്. ഇക്കാര്യവും DGPക്ക് മുന്നിൽ മൊഴിയായി കൊടുത്തിട്ടുണ്ട്, രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് PV അൻവർ പറഞ്ഞത്. അതായത് ചില വെളിപാടുകൾ തുറന്ന് പറയുമ്പോൾ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അഥവാ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ADGPയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അടങ്ങിയ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം കേരളത്തെ ഭരിക്കുമ്പോൾ ഇവരുടെ ചില കൊള്ളരുതായ്മകൾ താൻ തുറന്നു പറയുമ്പോൾ തനിക്കും തൻ്റെ കുടുംബത്തിനും വധഭീഷണി ഉയർത്തിയിരിക്കുന്നു, തന്നെയും തൻ്റെ കുടുംബത്തെയും തീർത്ത് കളയും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഊമക്കത്ത് വന്നിരിക്കുന്നത്. അൺനോണിമസായി വന്നിരിക്കുന്ന ഊമക്കത്തിൻ്റെ ഉറവിടം തനിക്കറിയില്ല, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് DGPക്ക് രേഖാമൂലം തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്നുകൂടി PV അൻവർ പറയുമ്പോൾ, PV അൻവറിനെ പോലുള്ള ഒരു നിയമസഭാ സാമാജികനെ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുവാൻ ധൈര്യം കാണിക്കുന്ന ഒരു പൊതുപ്രവർത്തകന് നേരെ വധഭീഷണി ഉയർത്തുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് PV അൻവർ തന്നെ പറയുന്ന വാക്കുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. കേരളം അത് കേട്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തിയാലേ ഇത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അഥവാ ഇത്തരത്തിൽ ഒരു അന്വേഷണം ADGPയെ തൽസ്ഥാനത്ത് നിർത്തി ഇങ്ങനെ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ അതും വെറും പ്രഹസനം മാത്രമായിരിക്കും എന്നാണ് PV അൻവർ പറയുന്നത്. എന്നാൽ എന്തൊക്കെ ഭൂകമ്പമുണ്ടായാലും ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ ഇപ്പോൾ സാധ്യമല്ല എന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. കഴിഞ്ഞ ദിവസം കൂടിയ LDF യോഗത്തിൽ മുഖ്യമന്ത്രി ഈ നിലപാട് തന്നെ ആവർത്തിക്കുകയായിരുന്നു. അതായത് ADGPക്കെതിരെ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് അതിൽ ADGP കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ തീർച്ചയായും ADGPക്കെതിരെ നടപടിയെടുക്കാം. അല്ലാതെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലോ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ ADGPക്കെതിരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും കൈക്കൊള്ളാൻ സാധ്യമല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പോഴും ADGPയെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് PV അൻവറിനെ ചൊടിപ്പിക്കുന്നതും. ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഉയർത്തിയിട്ടും, അതായത് കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ കേസ്, ലഹരി മാഫിയ സംഘങ്ങളുമായുള്ള കൂട്ടുകെട്ട്, തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മാഫിയ സംഘങ്ങൾ ചില ആളുകളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഈ കൊലപാതകങ്ങളിൽ വരെ DGPക്കും പോലീസിലെ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പങ്കുണ്ട്, അതിൽ കൃത്യമായി ADGPക്കും പങ്കുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും DGPക്കും എല്ലാം രേഖാമൂലം പരാതി നൽകിയിട്ടും ADGPയെ എന്തുകൊണ്ടാണ് തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്താത്തത് എന്നാണ് PV അൻവർ ചോദിക്കുന്നത്. ഫലത്തിൽ PV അൻവർ വെല്ലുവിളിക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ADGPയെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തുന്നത്? അതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകാം. അതായത് മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്ന നിരവധി രഹസ്യങ്ങൾ ADGPക്ക് അറിയാം, അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നാണ് PV അൻവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും തന്നെ കൊന്നാലും ഈ പോരാട്ടത്തിൽ താൻ മരിച്ചുപോയാലും തന്നെ കൊലപ്പെടുത്തിയാലും തൻ്റെ പോരാട്ടത്തിൽ നിന്നും താൻ പുറകോട്ടില്ല. സർക്കാരിനെയും ജനങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്ന ADGPയെ പോലുള്ള P ശശിയെ പോലുള്ള ആളുകൾക്കെതിരെ തൻ്റെ പോരാട്ടം ഇനിയും തുടരും. അതിൽ താൻ മരിച്ചു
വീണാലും തരക്കേടില്ല. തൻ്റെ കുടുംബത്തിനെതിരെയുള്ള വധഭീഷണിയും താൻ DGPയെ ധരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം ഭീഷണി കൊണ്ടൊന്നും PV അൻവർ പിന്മാറില്ല എന്ന് തന്നെയാണ് അൻവർ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്ത് തന്നെയായാലും PV അൻവറിന്റെ പരാതി DGP പരിശോധിക്കുമ്പോൾ ADGP തെറിക്കുമോ, മുഖ്യമന്ത്രി ഇനിയും ADGPയെ സംരക്ഷിച്ചു നിർത്തുമോ, അൻവർ പുതിയ പോർമുഖവുമായി മുന്നോട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.